ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കിൽ 50 പീസ് ഉണ്ട് കേട്ടോ. അതിൽ 36 പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 36 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. ആദ്യം തന്നെ 4 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഗ്ലൂ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ഫെവിക്കോൾ യൂസ് ചെയ്യാം, പക്ഷേ എങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒട്ടിക്കിട്ടാനായിട്ട്. ഗ്ലൂ ആക്കിയ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഒട്ടിക്കിട്ടും. പിന്നെ കൈ വെച്ചിട്ട് അധികം പ്രസ് ചെയ്യേണ്ട, കൈ നല്ലോണം പൊള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് താഴിലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ 9 സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9. ഇനി നമുക്കിതിലേക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്യുമ്പം കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ കളർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡിൽ കളർ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന ഗ്ലൂ എല്ലാം നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാത്തിലും ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്ക്വയർ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് താഴിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെച്ചതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമ്മൾ 4 സ്ക്വയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് ലെവലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമേ ഗ്ലൂ ആക്കി കൊടുക്കുന്നുള്ളൂ. ഇനി ഗ്ലൂ ആക്കേണ്ട ഭാഗത്തെല്ലാം പെൻസിൽ യൂസ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തൊന്നും ഗ്ലൂ ആക്കി കൊടുക്കുന്നില്ല. ആ ബേക്കിൽ വെച്ചതും നമ്മൾ ഫ്രണ്ടിൽ വെച്ചതും കൂടി തമ്മിൽ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഗ്ലൂ ആക്കി കൊടുക്കുന്നുള്ളൂ. ഇനി ആദ്യം വെച്ച ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് ഗ്ലൂ ആക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് മനസ്സിലാവുമോ എന്നറിയില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞ് സ്റ്റിക്കായിനോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കുമ്പോൾ അന്ന് അടിയിലുള്ള പീസിന് ഗ്ലൂ ആക്കാൻ വിട്ടുപോയി. അപ്പം അവിടെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് അതും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചതിൻ്റെ മുകളിലേക്കൂടെ ഒരു റെഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാ രണ്ടാമത്തെ ഭാഗത്തും കൂടി ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് ടച്ച് ആകുന്ന ഭാഗത്ത് മാത്രം ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ഒട്ടിച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ സ്ക്വയർ താഴെയുള്ള 3 സ്ക്വയറിനും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കാൻ. രണ്ടാമത് ഒട്ടിച്ച സ്ക്വയറിൽ 5 സ്ഥലത്തെ നമ്മൾ ഗ്ലൂ ആക്കിയിട്ടുള്ളൂ. 6ാമത്തെ സൈഡ് ബേക്കിലുള്ള സൈഡ് മുമ്പിലുള്ളതും തമ്മിൽ ടച്ച് ആവുന്നുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ ഗ്ലൂ ആക്കിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ബേക്കിൽ വെച്ചിട്ടുള്ള 3 സ്ക്വയറിനും അത് കണക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 3ാമത്തെ സ്ക്വയർ ഒട്ടിച്ചു കൊടുക്കാൻ പോക്കാണ്. അപ്പോൾ ഇതും എല്ലായിടത്തും ടച്ച് ആവുന്നുണ്ടായിട്ടില്ല. 2 ഭാഗങ്ങൾ ഒഴിച്ചു വിട്ടിട്ടാണ് ഗ്ലൂ ആക്കി കൊടുത്തിട്ടുള്ളത്. 4 റെഡിൻ്റെ അകത്ത് 2 വൈറ്റ് കണ്ടില്ല. വൈറ്റ് ആയ ഭാഗത്താണ് ഗ്ലൂ ആക്കാണ്ടുന്നത്. അത് ബേക്കിത്തതും ആ ഫ്രണ്ടിൽ വെച്ചതും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിട്ടില്ല. കുറച്ച് അകലം വലിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഗ്ലൂ ആക്കിയിട്ട് കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു സൈഡിൽ ഗ്ലൂ ആയിട്ടില്ലെങ്കിലും അത് നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബേക്കിൽ പെയിൻ്റൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ പെയിൻ്റ് ആക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് വശങ്ങളിലും. ഇതാക്കി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതൊന്ന് വാളിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താൽ നമുക്ക് 2 രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് വാളിലേക്ക് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത്. നമ്മൾ ആക്കിയ മോഡലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചേർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ ഇട്ടും. പിന്നെ ഞാൻ കൺഫ്യൂഷനായി ഏത് രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളതിൽ. പിന്നെ ഞാൻ എന്തായാലും ഫസ്റ്റ് ലുക്കിലാക്കിയ ലുക്കിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടോ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. താങ്ക്